വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക, അങ്ങനെ വല്ലാതെ അവർക്ക് വേണ്ടി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് വളർന്നു തുടങ്ങിയത്. നന്നായി ചെറുപ്പത്തിൽ തന്നെ ഒന്നുമില്ലാത്ത കുട്ടികൾക്ക് അവർ ഷൂ എടുത്ത് കൊടുക്കും, അവർ ഷർട്ടുകൾ കൊടുക്കും, കാശായിട്ട് കൊടുക്കും, ഭക്ഷണം ഷെയർ ചെയ്യും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പാവപ്പെട്ടതെന്ന് തോന്നിയാൽ അവരെന്തെങ്കിലും അവർക്ക് സഹായം ചെയ്യും. അങ്ങനെയാണ് ആ കുട്ടി വളർന്നത്. അങ്ങനെ വളർന്നു വന്ന കുട്ടി 17ാമത്തെ വയസ്സ് വരെ 17ാമത്തെ വയസ്സ് വരുമ്പോൾ കൂടി ഇങ്ങനെ ചില ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ വയസ്സ് കാണുമായിരിക്കും. 17ാമത്തെ വയസ്സിൽ അവിടെ വിൻസെന്റ് പോൾ സൊസൈറ്റിയിൽ ചേർന്നു. അങ്ങനെ ചെറുപ്പക്കാർ വരേണ്ട ഒരു സ്ഥലമാണ് വിൻസെന്റ് പോൾ സൊസൈറ്റി ശരിക്കും. പക്ഷെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇളവടയിലോ വിൻസെന്റ് പോളിലോ ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലായിരിക്കണം ഞങ്ങളെ പോലെയുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ ചെറുപ്പക്കാരാണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഏത് സമയത്ത് അതിലേക്ക് വന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്, പ്രവർത്തിക്കേണ്ടതാണ്. വിൻസെന്റ് പോൾ സംഘടന ശരിക്കും നിലനിൽക്കുന്നത് ഈ പറഞ്ഞ പാവപ്പെട്ട കുടുംബങ്ങളെ നോക്കുക, സംരക്ഷിക്കുക, അവരുടെ അസുഖം പിടിപെട്ട് പോളിയോ. അന്നത്തെ പോളിയോന് വലിയ ചികിത്സകളൊന്നും ഉണ്ടായിരുന്നില്ല. പോളിയോന്റെ സ്റ്റേജ് കടന്ന് 4ാമത്തെ സ്റ്റേജ് വരെ എത്തി. വല്ലാതെ ബുദ്ധിമുട്ടിലായിരുന്നു കുറച്ച് സമയം. അങ്ങനെ ജൂലൈ 4-ാം തീയതി ആ വിശുദ്ധൻ മരണപ്പെട്ടു. അന്ന് വിശുദ്ധനല്ല കേട്ടോ, മരണപ്പെട്ടു. ജൂലൈ 4-ാം തീയതി മരണപ്പെട്ടപ്പോൾ ശവസംസ്കാരത്തിന് ആൾക്കാർ വരുമല്ലോ. കുടുംബക്കാർ വിചാരിച്ച് 10-100 പേര് നമ്മുടെ ആൾക്കാരുണ്ടാവും എന്ന് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ അന്ന് 1000കണക്കിന് ആൾക്കാരാണ് ആ ഒരു